പകലൊരു കല്ല് മേളി വെച്ചിട്ട് കർത്താവ് തൂക്കട്ട താഴോട്ട് ഇരുന്നിട്ടാല് ഏറ്റവും താഴെ വെച്ച ഒന്നാമത്തെ കല്ല് പത്രോസ് ആണെങ്കിൽ അവിടെ വരുമ്പോ എങ്ങും മുട്ടും മൊഴി ഒന്നും കാണത്തില്ല. സ്തോത്രം. സഭയ്ക്കകത്ത് ഇവിടെ ഒത്തിരി പേര് സംഘടനയ്ക്കകത്ത് കാണാം. സംഘടനയ്ക്കകത്തുള്ളവരെല്ലാം സഭയ്ക്കകത്തില്ല. സഭ ഒന്നേ ഉള്ളൂ, അത് ഇന്ന് പകൽക്കാലം വളർന്നുകൊണ്ടിരിക്കുക. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇവിടുത്തെ ബെന്തക്കോസ് എല്ലാം കൂടി ഇനിയും ഉപദേശ ബസ് കാണിച്ച് ഈ നൂറ്റാണ്ടല്ലയോ അങ്ങനെ ഉണ്ണുണ്ണി സാറിനോ TM മറീസ് അപ്പച്ചനോ കുക്കുസാറിനോ തോന്നുന്നു പറഞ്ഞ് അത് വല്ല കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞു പോയെന്നും പറഞ്ഞൊന്നും സഭ പോകത്തില്ല. നിനക്ക് അവസരം പോലെ ഉപദേശം മാറ്റിയൊന്നും സഭ പോകത്തില്ല. സഭ കർത്താവ് ഇന്ന് പകൽക്കാലം യുക്തമായി പണിതുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അതിന്റെ അവസാനത്തെ കല്ല് ഇന്ന് രാത്രി കൺവെൻഷനിലാണ് എടുത്തു വെക്കുന്നതെങ്കിൽ പിന്നെ ഞാൻ നാളെ പ്രസംഗിക്കണ്ട. ജാതികളുടെ പൂർണ്ണ സംഖ്യ തികയുന്നത് ഇന്ന് രാത്രിയിലത്തെ ലാസ്റ്റ് വ്യക്തി രക്ഷിക്കപ്പെടുമ്പോഴാണെങ്കിൽ ഇന്ന് രാത്രി കാഹളവും. ആർക്കൊരു സംശയമുണ്ടോ? എന്റെ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന പുത്രന്റെ മണവാട്ടി സഭയുടെ പൂർണ്ണ സംഖ്യ ഇന്ന് രാത്രി തികഞ്ഞ സ്തോത്രം. കാഹളം വിളിക്കും, സഭ ഇവിടുന്ന് പോകും. പിന്നെയും കുട്ടും പാട്ടും കൺവെൻഷൻ ഒക്കെ ഇവിടെ കുറച്ചവിടെ കാണും. ആരെല്ലാം അയഞ്ഞാലും വചനം അയത്തില്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചെടുത്ത് പറഞ്ഞു, എന്റെ സാറേ നമ്മളെ ദൈവത്തെക്കാട്ടി മനസാക്ഷിയുള്ള മനുഷ്യരുണ്ട്. നമ്മുടെ ദൈവത്തിന് മനസാക്ഷി ഒത്തിരി കുറവും ഇവിടുത്തെ കുറെ ഭക്തന്മാർക്കല്ല മനസാക്ഷി ഒത്തിരി കൂടുതലുമാണ്. നമ്മൾ അറിഞ്ഞ പറഞ്ഞാലും അവരോട് ഇരിക്കും. നമ്മുടെ ആൾക്കാരല്ലയോ, പിന്നെ ഹോൾ മേടിച്ചാലും മോർഗേജ് അടയ്ക്കാൻ പൈസ വേണമല്ലോ, അതുകൊണ്ട് അവരോട് ഇരിക്കട്ടെ എന്നൊക്കെ പറയും. കർത്താവ് പറഞ്ഞ് 8 പേരെ കയറ്റി പൂട്ടി താക്കോലാണാവെന്ന് പറഞ്ഞു. 8 പേരെ കൊണ്ട് പൂട്ടിട്ട് താക്കോലിച്ചതാ. സ്വതന്ത്രം. ബാക്കി 8 കോടി പേര് വെള്ളം കുടിച്ചപ്പോ നമ്മളടുത്ത് വലിച്ചെവിടെയൊക്കെ കയറ്റിയത് മനസാക്ഷി കൊണ്ട്. അവിടെ മനസാക്ഷിയുള്ള മനുഷ്യന്റെ കയ്യിലൂടെ എന്നെ കൊടുത്തില്ല. ഒരു സ്വതന്ത്രം പറഞ്ഞാണ് കൃപയുടെ പഠനത്തിന് താക്കോൽ കൃപയാൽ അവന്റെ കയ്യിലാണ്. ഇവിടുത്തെ ഒരു അഡ്ജസ്റ്റ്മെന്റും അവിടെ നടക്കത്തില്ല. കർത്താവ് ഇന്ന് പകൽക്കാലം ശക്തമായി സഭയെ പണിതുകൊണ്ടിരിക്കുന്നു. സഭയ്ക്കകത്ത് ഒരു മനസ്സുള്ളവരെ ഉള്ളൂ. സ്തോത്രം. അവർ ക്രിസ്തുവിൽ ഏക ചിന്തയോടുള്ളവരാണ്. അവർ സത്യത്തിൽ നടക്കുന്നവരാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകാതെ, ഈ ലോകത്തിന് ആകാതെ നന്മയും പൂർണ്ണതയും ഉള്ള പ്രസാദമുള്ള ദൈവഗീതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ഭാവിക്കണതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവത്തെ സേവിച്ചാൽ ദൈവത്തിന് നന്മ പ്രാപിപ്പാനിടയാകും. ഈ കാലത്തിൽ ഒരു ശേഷിപ്പിനെ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇന്ന് പകൽക്കാലം ചിന്തിക്കേണ്ടത് ചർച്ചോക്കോടിൽ ഇല്ലേലും കുഴപ്പമില്ല, ശേഷിപ്പിനകത്തുണ്ടോന്ന് അറിയണം. IPS ഇല്ലേലും കുഴപ്പമില്ല, ശേഷിപ്പിനകത്തുണ്ടോന്ന് അറിയണം. ഇവിടെ ആരും മുടക്കട്ടെന്നേ, പക്ഷെ ശേഷിപ്പിനകത്ത് നീ കാണണം. കർത്താവിന്റെ പ്രാർത്ഥന, കർത്താവെ ഒന്ന് ഇവർ ഒന്നാകണം. സ്തോത്രം. 2, ദുഷ്ടന്റെ കയ്യിൽ ഇവര് അകപ്പെടുന്നത്. 3, സത്യത്തിൽ ഇവരെ നടത്തണം. 4, ഇവർക്ക് സന്തോഷം ഉണ്ടാകണം. അപ്പൊ നമ്മുടെ സന്തോഷമാണ് ആരുടെ ആഗ്രഹം? ദൈവത്തിന്റെ ആഗ്രഹം. അതിനുവേണ്ടിയ പുത്രന്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നാമോ ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു ജയാളിയുടെ മുഖമായിരിക്കണം എപ്പോഴും മുഖത്ത്. സ്തോത്രം. സ്തോത്രം. ഈ മാർത്തയും മറിയം നിൽക്കുന്നത് കല്ലറയ്ക്കകത്ത് കൂട്ടിക്കെട്ടി പുഴുവരിക്കുന്ന ലാസറിനെ കണ്ടോണ്ടാ. യേശു
നിൽക്കുന്നത് നാളെ പന്തിയിരിക്കുന്ന ലാസറിനെ കണ്ടോണ്ടാ. വ്യത്യാസം മനസ്സിലായോ? രണ്ടുപേരും കലക്കി നിൽക്കുക, ലാസർ അകത്ത് കിടക്കുക. സ്തോത്രം. മറിയെ മാർത്ത നിൽക്കുന്ന എന്നെ കണ്ടോണ്ടാ. പുഴു വലിച്ചു കിടക്കുന്ന ലാസറിനെയും പിന്നെ പുനരുത്ഥാന നാളിൽ ഉയർക്കുന്ന ലാസറിനെ കണ്ടോണ്ടാ. യേശു നാളത്തെ പന്തിയിരിക്കുന്ന യേശു ഇപ്പുറത്തിരിക്കുന്നു, ലാസർ അത് കണ്ടോണ്ടാ. നീ ഇന്ന് പകൽക്കാലം ആ തകർന്ന അവസ്ഥ കാണാതെ വിടുതൽ കണ്ടോണ്ടിരിക്കണം. ലാസർ പന്തിയിരിക്കുന്ന കണ്ടോണ്ടിരിക്കുകയാണ്, കരയാതെ സന്തോഷിക്കാൻ ഒക്കത്തില്ല. ഈ പ്രവാചകന്റെ ഭാര്യ നിൽക്കുന്ന പിള്ളേരെ ജപ്തി ചെയ്തുകൊണ്ട് പോകുന്ന കണ്ടോണ്ടാ. പ്രവാചകൻ അനങ്ങാതെ കസാറ തന്നെ ഇരിക്കുകയാണ്. പ്രവാചകൻ കാണുന്ന ഇവിടെ പ്രാർത്ഥനാ മുറിക്കകത്ത് എണ്ണ പകരുന്ന കണ്ടു നിൽക്കുക. പാത്രമില്ലാതെ വരുന്ന കാഴ്ച കാണുക. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ഇന്നത്തെ തകർന്ന വിഷയത്തിന്റെ മണ്ടയ്ക്ക് നിൽക്കാതെ ദൈവം അപ്പുറത്തുള്ള വിടുതൽ കണ്ടുകൊണ്ട് ആത്മാവിൽ സന്തോഷിക്കാൻ പ്രാർത്ഥന തയ്യാറായി എന്നോട് പറയും തകർന്നു, തീർന്നു, ഈ കൈക്ക് പോക്കാം, ഇനി കയറി വരത്തില്ല. പ്രൈസലോ, പ്രൈസലോ. പിന്നെ ആകെ ടെൻഷനാ. BP 120 കിടന്ന് 180 സ്തോത്രം. പ്രൈസലോ. അതെല്ലാം പിശാചിന്റെ പേര്. നീ വേണം പോടാ പിശാച്, എന്റെ കർത്താവിന്റെ കൂടെ. ഇന്നലത്തെ പ്രതിസന്ധി എന്റെ ദൈവം എന്നെ എന്ത് ചെയ്തു? നിർത്തി. ഇന്ന് നിർത്താൻ അവ ശക്തനാണ്. നീ ഇന്നത്തെ മറുപടി ഓർക്കണം. ഒരു കാര്യം പറയണം, ഇന്നലത്തെ വിടുതൽ ഓർക്കണം. ഓർക്കുന്നുണ്ട്? യോർദാനി വരുമ്പോൾ ഇരികാര കവിഞ്ഞ് ഒഴുകുവാണ്. നീ എന്നേരം ഓർക്കേണ്ട ചെങ്കടല. ഹലോ, മുമ്പിൽ ഇപ്പൊ എന്നെ വന്നിരിക്കുകയാണ്. ഇരികാരെ കവിഞ്ഞൊഴുകുന്ന യോർദാനി വരുമ്പോൾ നീ ഓർക്കേണ്ട യോർദാനല്ല, ഇന്നലെ ഇതിനെക്കാട്ടി ഇതിനെക്കാട്ടി വലിയ ചെങ്കടലിൽ വന്നപ്പോ നടത്തിയ ദൈവം എന്റെ കൂടെ ഉണ്ട്. വിശ്വാസമുണ്ടോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ കയ്പ് വരുമ്പോ നീ ചിന്തിക്കേണ്ട ഇതിനെ മാറായി, ഇതിനെക്കാട്ടി വലിയ കയ്പ് വന്നപ്പോൾ മധുരമാക്കിയ ദൈവം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ പനി വരുമ്പോ നീ പെട്ടെന്ന് ഗുളി എടുത്തോണ്ട് വരുന്നതിനേക്കാളൊക്കെ മുമ്പേ ഇന്നലെ കാൻസർ വന്നപ്പോ പിടിപ്പിച്ച ദൈവത്തെ ഓർക്കണം. ഹലോ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവന് മാറ്റം വന്നില്ല, അവന് ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ല, അനുദപിപ്പാൻ അവൻ മനുഷ്യനല്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ പകൽക്കാലം വിശ്വസിക്കാൻ തയ്യാറാകട്ടെ. ഇന്നലകളിൽ എന്റെ കഷ്ടത്തെ മാറ്റിയവൻ, എന്റെ കണ്ണുനീർ തുടച്ചവൻ, എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തന്നവൻ ഇന്ന് പകൽക്കാലം എന്റെ പ്രതികൂലത്തിൽ എന്നെ നടത്തുവാൻ ശക്തനാണ്. അപ്പൊ ദൈവം യേശു നമ്മളെ നല്ല പ്രാർത്ഥന മെതേഡ് പഠിപ്പിച്ചു. സ്തോത്രം. കർത്താവ് ക്രൂശിക്കപ്പെടുമ്പോ കരഞ്ഞില്ല. കരഞ്ഞോ? കരയാൻ എന്നറിയാമോ? കഷ്ടതയ്ക്ക് മുമ്പേ കരഞ്ഞായിരുന്നു. അവൻ ഗെത്സമനയിൽ വെച്ച് എന്ത് ചെയ്തു? ശരിക്കും കരഞ്ഞു. രാത്രി മൊത്തം എന്ത് ചെയ്തു? ദൂതന്മാർ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവനെ ബലപ്പെടുത്തത്തക്ക നിലയിൽ അവൻ കരഞ്ഞു. സ്തോത്രം. അവന്റെ പ്രാണൻ അവനെ വിട്ടുപോകുന്നത് പോലെ അവൻ എന്ത് ചെയ്തു? ആ നിലയിൽ അവൻ എന്ത് ചെയ്തു? കരഞ്ഞു. സ്തോത്രം. ഇന്നലെ കഷ്ടത വന്നോ? കഷ്ടത വന്നോ? ഇല്ല, വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ നാളെ വരാൻ പോകുന്നതിന് വേണ്ടി അവൻ എന്ത് ചെയ്തു? കരഞ്ഞത് കൊണ്ട് നാട്ടുകാരടിച്ചപ്പോ അവൻ കരഞ്ഞില്ല. മീശ പറിച്ചപ്പോ എന്ത് ചെയ്തില്ല? കരഞ്ഞില്ല.
ചാ